ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും ഒരേ മുഖം മാത്രം, നിരഞ്ജന്റെ മുഖം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാലത്തിന്റെ കണക്കൂട്ടല് എവിടെയോ എന്തോ പെശക് പറ്റി. അത് നടക്കാതെ പോയത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തേനെ, ഭാര്യയും ഭർത്താവുമായിട്ട്. സാരല്ല, ജീവിതം ഇങ്ങനെയൊക്കെയാ. പലതും മോഹിപ്പിക്കും, പക്ഷെ ഒന്നും തരില്ല. ആ അല്ല, എന്തിനാ കുരുവിള സാറിനെ കൊണ്ട് വിളിപ്പിച്ചത്? ഹോസ്പിറ്റലിൽ വരാൻ താല്പര്യമില്ലാത്ത എന്തസുഖം നിരഞ്ജന? ഇതെപ്പോ സംഭവിച്ചു? ഡയഗ്നോസിസ് കഴിഞ്ഞ് കൺഫേം ചെയ്തിട്ട് അധിക ദിവസം ആയിട്ടില്ല. ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴാ. വീട്ടുകാർക്കറിയാമോ? ഇല്ല, ആർക്കും അറിയില്ല. അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അക്ഷര, അതാണ് ഭാര്യയുടെ പേര്. അവളിതറിഞ്ഞ തകർന്നു പോവും. അവളുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ മാലു. മാലു, ആ വിളിപ്പേരൊന്നും മറന്നിട്ടില്ലല്ലേ? മറക്കാൻ പറ്റൂ? അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു ബന്ധമായിരുന്നില്ലല്ലോ നമ്മൾ തമ്മിൽ. ഇനി ഇതാണ് കാലത്തിന്റെ ശരിക്കുള്ള കളി. ഉപേക്ഷിച്ചു പോയവന് തേടി വരേണ്ടി വന്നില്ലേ? അതും മരണത്തിന്റെ വാറണ്ടുമായിട്ട്. രക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല, അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. അധികം വേദന തിന്നാത്തൊരു മരണം അതെങ്കിലും ആഗ്രഹിക്കാലോ, ഇല്ലേ? അതിനെപ്പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാം ശരിയാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. മോഹിപ്പിച്ച് വഞ്ചിക്കാൻ നിരഞ്ജന്റെ അത്ര മിടുക്ക് എനിക്കില്ല. ശ്രമിക്കാം, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ചിലപ്പോ അറിയില്ല, അത്ഭുതം സംഭവിച്ചേക്കാം. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. ഈ റിപ്പോർട്ട് ഞാനൊന്ന് വിശദമായിട്ട് പഠിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. മാലിനിയുടെ ഹസ്ബൻഡ് ഇല്ല, അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്.